ഹലോ ഗൈസ്, വെൽക്കം ടു മുസു വ്ലോഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആപ്പിൾ വാച്ചിൻ്റെ അൺബോക്സിങ്ങും മറ്റു ഫീച്ചേഴ്സുകളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ ആപ്പിൾ വാച്ചിൽ എങ്ങനെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്ന് തുടങ്ങിയ ആപ്സുകൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നും പിന്നെ ആപ്പിൾ വാച്ചിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഗെയിംസുകളും പിന്നെ 2-3 മിസ്സായി പോയ കുറച്ച് ഫീച്ചേഴ്സുകളും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റായിട്ട് നമുക്കിതിൻ്റെ ഐക്കൺസ് എങ്ങനെ മൂവ് ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യേണ്ട ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് വാച്ചിലും ചെയ്യാം, അതുപോലെ തന്നെ നമ്മളെ ഫോണിൽ ഇതിൻ്റെ വാച്ചിൻ്റെ ആപ്പിൽ കയറിയാൽ അതിൽ നിന്നും ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ പുതിയ അപ്ഡേഷനിലും നമുക്ക് വെറൈറ്റി വാച്ച് ഫേസസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഡിഫറെൻറ്റ് വാച്ച് ഫേസസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതെങ്ങനെയൊക്കെ വാച്ചിൽ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് നമുക്ക് iMessage എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. നമുക്ക് വാച്ചിലുമുണ്ട്, പിന്നെ നമ്മുടെ ഫോണിലുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെടുത്ത് iMessage ഓപ്പൺ ചെയ്യുക. നമ്മളൊരു മെസ്സേജ് നമ്മുടെ നമ്പറിലേക്ക് തന്നെ സെൻഡ് ചെയ്യേണ്ടതാണ്. iMessage എല്ലാവരും ഇമെയിൽ ID വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ IDയിലേക്കാണ് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇത് ഞാൻ നേരത്തെ സെൻഡ് ചെയ്ത് വെച്ചാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: http://facebook.com. ഇങ്ങനൊരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യാണ്. ഓക്കെ, സെൻഡ് ആയിട്ടുണ്ട്. റീപ്ലൈ വന്നിട്ടില്ല. നാട്ടിൽ നെറ്റ് ഭയങ്കര സ്ലോ ആണെന്ന് തോന്നുന്നു. ഒരു ലിങ്ക് അവർ നമുക്ക് റീപ്ലൈ തരും. ഇതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സെൻഡ് ചെയ്യണം: http://instagram.com. സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സെൻഡ് ചെയ്താൽ തന്നെ റീപ്ലൈ നമുക്കൊരു ലിങ്കായിട്ട് വരും. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫേസ്ബുക്കിൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കണം. വാച്ചിൽ നമുക്ക് നോക്കാം. അപ്പോൾ വാച്ചിൽ നമുക്ക് iMessage ഓപ്പൺ ചെയ്ത് നോക്കാം. ഏറ്റവും മുകളിൽ തന്നെ എൻ്റെ ഇമെയിൽ ഐഡിയിൽ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെയും ഇവിടെ കാണുന്നുണ്ട്. ഞാൻ മുന്നേ സെൻഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ വാച്ചിൽ അങ്ങനെ ഫേസ്ബുക്കിൻ്റെ പേജ് ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾ ഫോണിൽ കാണുന്ന അതുപോലെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ വാച്ചിൽ നിന്ന് തന്നെ നമുക്ക് പോസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്യാനും ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കും. നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ സെൻഡ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്കിത് തന്നെ സാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസിനൊക്കെ ലൈക്ക് ചെയ്യാനോ കമൻറ്റൊക്കെ ചെയ്യാൻ നമുക്ക് വാച്ചിൽ തന്നെ സാധിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അതിൽ 2 കീബോർഡാണ് ഇപ്പോൾ ഇതിൽ സപ്പോർട്ട് ഉള്ളത്. എൻ്റെ ഒഫീഷ്യൽ കീബോർഡ്, ഡ്രോയിങ് കീബോർഡ്, പിന്നെ വോയിസ് ടൈപ്പിംഗ് ആണ്. നമ്മൾ ക്വാട്ടി കീബോർഡിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻസിൽ വേണമെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് ഒരു കമൻറ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടും സൂപ്പർ ബ്രോ എന്നിട്ടുള്ളൊരു കമൻറ്റാണ്. ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ സക്സസ് ആണ്. ഇമോജി ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഫോണിൽ കാണുന്ന അതേ ഡിസ്പ്ലേ തന്നെയാണ് ഓപ്പൺ ആവുന്നത്. കണ്ടിന്യൂ വിത്ത് സിമ്പിൾ. ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. സെയിം തന്നെയാണ്. സ്റ്റോറീസും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഞാൻ കണ്ട ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും നമുക്ക് വീഡിയോസൊന്നും വാച്ചിന്ന് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ എന്ന് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഓക്കെയാണ്, ഒക്കെ നല്ല വർക്കിംഗ് ആണ്. അതെന്തുകൊണ്ട് ഇവരത് ഫിക്സ് ചെയ്യാത്തതെന്ന് അറിയില്ല. എന്തായാലും ഇനിയുള്ള അപ്ഡേഷനിൽ ചിലപ്പോൾ വന്നേക്കാം എന്നേ പറയാനുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലുള്ള ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ നോക്കാം. ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന, നല്ല വെറൈറ്റി ഗെയിംസാണ്. നമുക്ക് ആദ്യമായിട്ട് നഗറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമുണ്ട്. ഇത് നല്ല ബ്രെയിൻ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു ഗെയിമാണ്. നമുക്ക് മുകളിൽ എഴുതിയിരിക്കുന്ന കളറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് കളറിലാണോ അത് എഴുതിയിരിക്കുന്നത് അതിലാണ് നമ്മൾ ആ ഓപ്ഷനാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. നല്ലൊരു വെറൈറ്റി ഗെയിമാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഗെയിം ഇതാണ്, നഗറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. ഇനി അടുത്തൊരു ഗെയിം എന്ന് പറഞ്ഞാൽ വേഗാസ് ബോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. നല്ലൊരു ഗ്രാഫിക്സ് ആണ് ഈ ഗെയിമിലുള്ളത്. നമുക്കൊരു ഫുട്ബോൾ ഗെയിം നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. വാച്ച് സോക്കർ എന്ന ഒരു ഗെയിമാണിത്. ഈ ഗെയിംസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം, ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട്. നെക്സ്റ്റ് എയർ ഹോക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. ഇത് നമ്മളെല്ലാവരും ഷോപ്പിംഗ് മാളുകളിലും മറ്റൊക്കെ കാണുന്ന ഗെയിം തന്നെയാണ്. ഇത് സ്ട്രൈക്കർ നമ്മൾ മൂവ് ചെയ്യേണ്ടത് ക്രൗൺ വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റും, പിന്നെ ടച്ച് സ്ക്രീൻ വെച്ചിട്ടും നമുക്ക് കളിക്കാൻ പറ്റും. നെക്സ്റ്റ് ട്രാഫിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർ ഗെയിമാണ്. നമ്മൾ സിഗ്നലൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ ടിക് ടാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിട്ടുള്ള ഒരു ഗെയിം കൂടിയുണ്ട് ഇതിൽ. ഇങ്ങനെ ഒരുപാട് ഗെയിംസ് ഇതിൽ സപ്പോർട്ട് ആയിട്ടുള്ളതുണ്ട്. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആപ്പിൾ വാച്ച് സപ്പോർട്ട് ഗെയിംസിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസ് കിട്ടും. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഗെയിംസ് മാത്രം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഗെയിംസ് ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിലൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിട്ടുപോയി. ഇതിൽ ECG എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ദുബായിൽ വർക്ക് ചെയ്തിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ, നാട്ടിൽ വന്നപ്പോൾ ഇതിപ്പോൾ എനിക്കിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ECG BP കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫേസ്ബുക്കിനോട് മെസ്സഞ്ചർ ആപ്പും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെസ്സഞ്ചർ ആപ്പിൽ നമുക്ക് വേണമെങ്കിൽ ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം.